ഹായ്, നമുക്ക് കുരുമുളക് നടാൻ പോവാം. നമ്മളെ പെരടത്തിൽ ഞാനേ കോന്നിന്നൊരു എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ കോന്നിന്ന് നമുക്ക് കുരുമുളകിൻ്റെ തൈ കൊണ്ട് ഞാൻ നട്ടുവിടാം. ഒരു 5-6 കൊണ്ട് നട്ട്, പക്ഷെ ഒന്നാണ് പിടിച്ചത്. അതിന്ന് മൊത്തം നമ്മളെ കിടത്തി വെക്കണം. നട്ടതെന്തായാലും ഇതാണ്ട് ഇതാണ്. ഞാൻ കളഞ്ഞിട്ട് പോയാണ്, പക്ഷേ അത് കുരുമുളക് തൈ. ഇതാണ് പെരടം. ഇത് വീട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം. ഇവിടെ അത് പിടിച്ച് അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കിയിട്ട് ഇത് മൊത്തം വരിക്കണം. വിത്തിറക്കുള്ളതായി മൊത്തം വിത്തിറക്കുള്ളതാണ്. ഇതിന് കട്ട് ചെയ്ത് വിത്തിറക്കും. ഒന്നേ പിടിച്ചോളൂ. നല്ല സാധനമാണ്. ഇവിടെ ഉള്ളവൻ എൻ്റെ കോന്നിക്കാരനാണ്. ഈ സൈഡ് മൊത്തം കളിക്കുന്ന ഗ്രൗണ്ട്, കളിക്കുന്ന ഗ്രൗണ്ട് പെട്ടെന്ന് ഈ സൈഡ് ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ കാറാക്കി വയ്ക്കും. കാണാം. ഇനി കുരുമുളക് വയ്ക്കാം. ഇവിടെ ഇങ്ങനെ വയ്ക്കാൻ പോവുകയാണ് കുരുമുളകിൻ്റെ തൈ. ഇതിനടുത്താണ് കട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ഒന്നും അറിയാൻ വയ്യ. ഇതിന് കട്ട് ചെയ്ത് ഇടും കേട്ടോ. ഒരേ കുഴിയിലെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിക്കാം. അവൻ അവിടെ പോയി കിടക്കണം. കുരുമുളക് നടന്ന് എന്താ മുളകേ കുടിക്കാനാ കൊണ്ടുവരേ? തീർന്നോ? അത് വെള്ളം ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം കേട്ടോ. നമ്മളെ കൊച്ചു കുരുന്നുണ്ട്. ഇവിടെ ഓട്ട മത്സരമൊക്കെ നടക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ കൊണ്ടുപോയിക്കേ. നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഇത് ചോദിക്കണം. നിൻ്റെ തൈ എടുക്കാൻ പോകുന്നു കേട്ടോ എന്ന് ചോദിക്കണം കേട്ടാ. നിൻ്റെ വെള്ളം കുറച്ചുകൂടെ കൊടുത്തിട്ട് കുറച്ചുകൂടെ കൊടുക്കണം. ഓക്കെ. നിൻ്റെ തൈ എടുക്കാൻ പോകണം. ഓക്കെ. ഇനി നമുക്ക് പിന്നെ കട്ട് ചെയ്യാം. തൈ എടുത്ത് ഈ വെള്ളത്തിലൊക്കെ നോക്കി ഇതാണെങ്കിൽ ഇടാൻ വന്നിട്ട് ഇതാണെങ്കിൽ ചെറിയ തൈകളാക്കി നടാൻ പോകണം. ഒരു തൈകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ചാണകം വെള്ളവും ചാമ്പലും വാരി ഇടാം. കുഴിയിലോട്ട് കുറച്ച് എന്താ രണ്ട് തൈ എടുക്കണം. അങ്ങനെ ഒന്ന് കുരുക്കും. എന്നിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് വെച്ചിട്ട് നന്നങ്ങനെ ആരെയും ഇടണം. ഓക്കെ. ഇത്രയേ ഉള്ളൂ. എടുക്കണം. ഇങ്ങനെ പിടിക്കണം. ദൈവത്തെ ഒന്ന് നോക്കണം. മേലോട്ട് ദൈവത്തെ നോക്കണം. ദൈവം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മളിങ്ങനെ നിൽക്കണം. ഈ കമ്പിയൊക്കെ പഴയതാണ്. പഴയ വീട് പൊളിച്ചപ്പോൾ സ്ലാബിലേക്ക് ഇരുന്ന കമ്പികളാണ്. ഇതാണ് ഞാനിപ്പോൾ കമ്പി കണക്ക് വേലി കുപ്പിയെടുക്കുന്നത്. എല്ലാത്തിനും വിൽക്കും. കുപ്പി 4 സൈഡും മൂടി വയ്ക്കും. വെള്ളം ഒഴിക്കും. 4 സൈഡല്ല, 4 ചിറ്റന വെച്ചിട്ട് നല്ല ഒരു ഓല വെച്ച് മറച്ചിട്ട് വെള്ളം ഒഴിച്ച് വച്ച് വരും നോക്കാം.
ചുരങ്ങി അടിപൊളിയാണ്. വേലിയായിട്ട് വയ്ക്കാം, വേലിയായിട്ട് കറക്റ്റ് വെച്ചാൽ ഇതുപോണത് അരച്ച് ചമ്മന്തിക്ക് അരച്ച് തിന്നാം. അപ്പോൾ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മളാണ്ട് കിഴങ്ങും ഇത് ഈ സാധനം അതിനകത്തുനിന്ന് ഇതിനകത്ത് ഇതേ കൊണ്ടുവന്ന് പുളിയോല വെറുംചായ ഇത് ഇങ്ങനെ എടുത്തിട്ട് കണ്ട ഉപ്പാട്ട് വെന്ത് ഇല്ലാത്ത വെന്ത് എന്താ പുളി മുകളിൽ എവിടെയിട്ട് ഉണ്ടാ എന്നിട്ട് ഓപ്പം കിഴങ്ങ് ഇങ്ങനെ ഇങ്ങനെ ആക്കണം എന്താ എന്നിട്ട് ഉപ്പ് അടിപൊളിയായിട്ട് വെന്ത് ഇങ്ങനെ ഇളകണ ഇട്ട് ഇങ്ങനെ ഇളക്കി പരിവാക്കിയിട്ട് ഒന്നുകൂടെ എടുക്കണം. ഒന്ന് വേണ്ടിയിട്ട് എന്നിട്ട് കൃഷി ചെയ്യണ കാണിച്ചു തരാം. എന്നിട്ട് പൂലും പറഞ്ഞ അടിപൊളി. തോടാണ് എന്താ തോടും ഫുൾ കടായിരുന്നു. എല്ലാം വെട്ടി ഇങ്ങനെ ഡെവലാക്കിയിട്ട് വളരെ പട്ടിപ്പൊളിയാക്കി. എന്നിട്ട് ഇങ്ങനെ വെക്കണം, ചേമ്പെടുക്കണം, ഇതിലിട്ട് കലക്കണം, ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ആക്കണം. കണ്ടോ ഇങ്ങനെ വെച്ചേക്കുന്നു, തോല വെച്ച് മൂടി വെച്ചേക്കുന്നു. ഇങ്ങനെ ഉണ്ട്. നമുക്ക് അല്പം വെള്ളം ഒഴിക്കാം, വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വേരിറങ്ങിയിട്ട് ബാക്കി പണി വളമൊക്കെ അപ്പിടാനുള്ളത്. ഇപ്പം വെള്ളം മാത്രമേ ഒഴിക്കാവൂ. ഒന്ന് വേരിറങ്ങും, അല്ലെങ്കിൽ ഓലെങ്കിലും കിളിർക്കും. ഓലയിലെങ്കിലും വേരിറങ്ങും. ഓക്കെ, വേരിറങ്ങിയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.